മൂന്നാറിന്റെ വഴിയോരങ്ങളിൽ അഴക് വിരിയിച്ചു നിൽക്കുന്ന നീലവാഗമരങ്ങൾ സഞ്ചാരികളെ ആകർഷിക്കുന്നു. ജക്രാന്ത എന്ന പേരിൽ അറിയപ്പെടുന്ന നീല നിറത്തിലുള്ള പുഷ്പങ്ങളാണ് മൂന്നാറിന്റെ മലനിരകളിൽ നീലവസന്തം അണിയിച്ചിരിക്കുന്നത്. പച്ചപ്പിന് നടുവിലെ നീലവസന്തം കാഴ്ചയ്ക്കേറെ ഭംഗി നൽകുന്നതാണ്. പച്ച വിരിച്ചു കിടക്കുന്ന തേയിലക്കാടുകൾക്കിടയിൽ നീലവസന്തം തീർക്കുകയാണ് ജക്രാന്ത. പാതയോരങ്ങളിലാകെ നീലവാഗപ്പൂക്കൾ പൂത്തുലഞ്ഞു നിൽക്കുന്നു. ഇലകൾ പൊഴിച്ച നിറയെ പൂക്കളുമായി നിൽക്കുന്ന ജക്രാന്ത മരങ്ങൾ മൂന്നാറിന്റെ ഭംഗിയുള്ള കാഴ്ചകളിൽ ഒന്നാണ്. മൂന്നാർ എപ്പോഴും തന്നെ വൈൽഡ് ഫ്ലവേഴ്സ് കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ്, ഒരു വാലിയാണ്. ഓരോ സീസണുകളും എപ്പോൾ വന്നാലും ശരി, ഏത് മാസം വന്നാലും ശരി, മൂന്നാറിൽ ഓരോ സീസണിലും അതിൻ്റെതായ സീസണൽ ഫ്ലവേഴ്സ് നമുക്ക് കാണാൻ പറ്റും. അത് ഫ്ലവറിങ് പ്ലാന്റ്സ് ആയിക്കോട്ടെ, ബാൽസംസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മരങ്ങളായിക്കോട്ടെ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ജനുവരിയോടുകൂടി സ്റ്റാർട്ട് ചെയ്ത് ഏപ്രിൽ വരെ നീണ്ടു നിൽക്കുന്ന ജക്രാന്തയുടെ സീസൺ. മൂന്നാറിൽ ഏത് ഡയറക്ഷനിൽ ഡ്രൈവ് ചെയ്ത് പോയാലും ജക്രാന്ത പൂത്തി നിൽക്കുന്ന നല്ല മനോഹരമായ കാഴ്ച നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് മറ്റ് മാസങ്ങളിൽ വരുമ്പോഴത്തേക്കും ഇപ്പോൾ സ്പാത്തൂടി ആയിക്കോട്ടെ, അല്ലെങ്കിൽ മെലസ്റ്റോമ ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് എപ്പോഴും ഫ്ലവറിങ്ങിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് മൂന്നാർ. ബ്രിട്ടീഷുകാരുടെ കാലത്ത് മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരാണ് ജക്രാന്ത മരങ്ങൾ നട്ടുപിടിപ്പിച്ചത്. റോഡരികിൽ കൂട്ടമായി പൂത്തുലഞ്ഞു നിൽക്കുന്ന ജക്രാന്തകൾ കാണുവാൻ നിരവധി സഞ്ചാരികൾ എത്തുന്നുണ്ട്. പച്ചപ്പിന് നടുവിലെ നീലവസന്തം കാഴ്ചയ്ക്കേറെ ഭംഗി നൽകുന്നതാണ്. പാതയോരങ്ങളും ഉദ്യാനങ്ങളുമൊക്കെ മൂടി പിടിപ്പിക്കുവാൻ വിദേശ രാജ്യങ്ങളിൽ നീലവാഗകൾ നട്ടുപിടിപ്പിക്കാറുണ്ട്. ജക്രാന്തയുടെ ശാസ്ത്രനാമം മിമോസിഫോളിയ എന്നതാണ്. എന്തായാലും മധ്യവേനൽ അവധിക്കാലത്ത് മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികൾക്ക് നീലവാഗകൾ കൂടുതൽ മനോഹര കാഴ്ചകൾ സമ്മാനിക്കും.